ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. സോയാ സോസ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത്. പിന്നെ 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ ചെറുനാരങ്ങയുടെ നീര് അത് ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ സോയാ സോസ് ഞാൻ കുറച്ച് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ തീ ഒന്ന് നല്ല ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുക. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇതൊക്കെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയൊരു പീസ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അത് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, സവാള ഇത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 3 കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ പച്ച മാത്രമാണെങ്കിൽ അത് മാത്രം മതി. പിന്നെ സവാള ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്യൂബ് സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയും ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി, പകുതി വേവേ ആവാൻ പാടുള്ളൂ. അപ്പോൾ തീ ഈ ഒരു സമയത്തൊക്കെ നല്ല ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, പിന്നെ വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം കോൺഫ്ലവർ ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഉപ്പ് കുറച്ച് കുറവായിരുന്നേ, അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോസിലൊക്കെ നന്നായിട്ട് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ഈ ഒരു സമയത്ത് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, സോസൊക്കെ ഒഴിച്ചതിന് ശേഷം മാത്രം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ചിക്കൻ ഈ ഗ്രേവിയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് കസൂരി മേത്തി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഇടേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചില്ലി ചിക്കൻ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.